ഇന്ന് സാബുനരി കൊണ്ടൊരു ഐറ്റം കാണിക്കാം കേട്ടോ. കുറച്ച് സാബുനരി എടുത്ത് ഒന്ന് കുതിർത്ത് ഒരു 10 മിനിറ്റ് കുതിർത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ കുതിർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ കുതിർത്തതാണെങ്കിൽ പാലിൽ തന്നെ നേരിട്ടിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു പാക്ക് പാൽ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ ജ്യൂസ് അടിക്കാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. പായസമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മിൽക്ക് മെയ്ഡോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള പഞ്ചസാരയും മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ച് ഓഫാക്കിയതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം കേട്ടോ. കൂളാക്കി എടുക്കാം. നമ്മളെടുത്ത ഉള്ള നട്ട്സൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാൻ കാഷ്യൂനട്ടും ബദാമുമാണ് ചേർത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡൊന്നും ഇല്ലെങ്കിലും പാല് മാത്രം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ജ്യൂസ് അടിക്കാനും നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വീട്ടിലെപ്പോൾ ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഒരു 1/2 കിലോ 250 വാങ്ങി സ്റ്റോക്ക് ചെയ്താൽ ആരെങ്കിലും വരുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് ഞാനിങ്ങനെ ചൂടോടെ ആണെങ്കിലും തണുപ്പിച്ചാണെങ്കിലും ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതുകൊണ്ട് പായസവും ജ്യൂസും പിന്നെ കൂൾ ഡ്രിങ്ക്സും അതുപോലെ തന്നെ കഞ്ഞി പോലും ഉണ്ടാക്കും. ഈ പാകിസ്ഥാനികളൊക്കെ കുട്ടികൾക്ക് ഫ്ലൂ ഒക്കെ ഉള്ള സമയത്ത് കഞ്ഞി വെച്ച് കൊടുക്കും. അവർ പറയാറ് പെട്ടെന്ന് മാറിക്കിട്ടും എന്നാണ് പറയാറ്. നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ.